അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് ഏറ്റവും വലിയവനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് ഏറ്റവും വലിയവനാകുന്നു. മഹത്വവും തേജസ്സും അങ്ങ് ധരിച്ചിരിക്കുന്നു. പ്രകാശം മേലങ്കിയായി അണിഞ്ഞിരിക്കുന്നു. കൂടാരത്തിന്റെ ആകൃതിയിൽ ആകാശത്തെ അവിടുന്ന് വിരിച്ചു നിർത്തി. വെള്ളത്തിന് മുകളിലായി തന്റെ മാളികകൾ നിർമ്മിച്ചു. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിച്ചു. അവിടുന്ന് തന്റെ ദൂതന്മാരെ അശരീരികളായും തന്റെ ശുശ്രൂഷകരെ ജ്വലിക്കുന്ന അഗ്നിയായും സൃഷ്ടിച്ചു. ഒരിക്കലും ഇളകാതിരിക്കാൻ ഭൂമിയെ അടിത്തറയിൽ ഉറപ്പിച്ചു. വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് അതിനെ ആവരണം ചെയ്തു. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ മലകളും താഴ്വരകളും ഉണ്ടായി. ജലം ഭൂമിയെ മൂടാതിരിക്കാൻ അതിന് അതിര് നിശ്ചയിച്ചു. നീർച്ചാലുകൾ മലയിടുക്കിലൂടെ ഒഴുകിപ്പോകുന്നു. അവിടുന്ന് അവയെ താഴ്വരയിലേക്ക് തിരിച്ചുവിടുന്നു. വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുടിക്കുന്നു. കാട്ടുകഴുതകളും ദാഹം തീർക്കുന്നു. ആകാശത്തിലെ പറവകൾ അവയ്ക്ക് സമീപം കൂടുകെട്ടി മരച്ചില്ലകളിലിരുന്ന് അവ പാട്ടുപാടി. മാളികയിൽ നിന്ന് അവിടുന്ന് മലകളെ നനയ്ക്കുന്നു. അവിടുത്തെ പ്രവൃത്തിയുടെ ഫലമനുഭവിച്ച് ഭൂമി തൃപ്തിയടയുന്നു. അവിടുന്ന് മൃഗങ്ങൾക്കു വേണ്ടി പുല്ല് മുളപ്പിക്കുന്നു. മനുഷ്യന് ആഹാരമുണ്ടാക്കാൻ സസ്യങ്ങൾ കിളിർപ്പിക്കുന്നു. ഹൃദയത്തെ ആനന്ദിപ്പിക്കാൻ വീഞ്ഞും
മുഖകാന്തിയേകാൻ തൈലവും പോഷണമേകാൻ അപ്പവും മനുഷ്യന് നൽകുന്നു. കർത്താവ് നട്ട വൃക്ഷങ്ങളും ലെബനോനിലെ ദേവദാരുക്കളും തൃപ്തിപ്പെടും. അവിടെ കുരുവികൾ കൂടുകൂട്ടുന്നു, ഞാറപ്പക്ഷി ദേവദാരുവിൽ ചേക്കേറുന്നു. ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറയിടുക്ക് കാട്ടുപന്നികൾക്കും സങ്കേതമായി തീർന്നു. കാലനിർണയത്തിന് അവിടുന്ന് ചന്ദ്രനെ സൃഷ്ടിച്ചു, സൂര്യൻ കൃത്യസമയത്ത് അസ്തമിക്കുന്നു. അവിടുന്ന് ഇരുളിനെ തുറന്നു വിടുമ്പോൾ രാത്രികാലം വരുന്നു, അപ്പോൾ വന്യമൃഗങ്ങളെല്ലാം വിഹരിക്കുന്നു. സിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു, ദൈവത്തോട് അവ തീറ്റ ചോദിക്കുന്നു. സൂര്യോദയത്തിൽ അവ മടങ്ങി ചെല്ലുന്നു, ഗുഹകളിൽ അഭയം തേടുന്നു. അപ്പോൾ മനുഷ്യർ വേലയ്ക്കിറങ്ങുന്നു, അസ്തമയം വരെ അവർ അധ്വാനിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സൃഷ്ടികൾ എത്രയോ വൈവിധ്യപൂർണ്ണം, ബുദ്ധിപൂർവം അങ്ങ് അവയെ സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങയുടെ സമ്പത്തിനാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. അനന്തവിശാലമായ സമുദ്രത്തിൽ ചെറുതും വലുതുമായ അനവധി ജീവികളുണ്ട്. അതിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച ലെവിയാഥൻ അതിൽ വിഹരിക്കുന്നു. യഥാകാലം ആഹാരം ലഭിക്കുന്നതിനായി അവ അങ്ങയെ കാത്തിരിക്കുന്നു. അങ്ങ് തീറ്റ നൽകുമ്പോൾ അവ പോഷിപ്പിക്കപ്പെടുന്നു. അങ്ങ് കൈ തുറക്കുമ്പോൾ അവ തൃപ്തിയടയുന്നു. അങ്ങ് മുഖം തിരിക്കുമ്പോൾ അവ പരിഭ്രമിക്കുന്നു. അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ ചത്ത് മണ്ണിലേക്ക് മടങ്ങുന്നു. അങ്ങയുടെ അരൂപിയെ അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുകയും ചെയ്യുന്നു. കർത്താവിന് എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ. തന്റെ സൃഷ്ടികളിൽ അവിടുന്ന് ആനന്ദിക്കട്ടെ. അവിടുന്ന് ഭൂമിയെ നോക്കുമ്പോൾ അത് വിറയ്ക്കും, മലകളെ ശാസിക്കുമ്പോൾ അവ പുകയും. എന്റെ ജീവിതകാലം മുഴുവൻ കർത്താവായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. എന്റെ കീർത്തനങ്ങളിൽ അവിടുന്ന് പ്രസാദിക്കട്ടെ. ഞാനിന്നും കർത്താവിൽ ആനന്ദിക്കും. പാപികൾ ഭൂമിയിൽ ഇല്ലാതാകട്ടെ, ദുഷ്ടർ തിരോധാനം ചെയ്യട്ടെ. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. സൃഷ്ടാവ് എന്നേക്കും ആരാധ്യനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ അത്ഭുതമേറിയ കാവൽക്കാർ മിഴികളടച്ചു തുറന്നപ്പോൾ കല്ലറയിങ്കലിരുന്നവരാം ദൂതഗണത്തെ ദർശിച്ചു. അവൻ മരണശേഷം ഉയർത്തെഴുന്നേറ്റു. ഉത്ഥാനപ്രഭയേറ്റവരാം കാവൽക്കാർ വിറപൂണ്ടവരായി ഭീതിയോടവരുര ചെയ്ദേവം മൃതനാം അവരിന്നുയിരാർന്നു. മിശിഹ തന്നുടെ ഉദ്ധാനം കാവൽക്കാർക്കതിവേദനയായി കാവൽ പാഴായി പോയതിനാൽ നിന്ദിതരാകാൻ കാരണമായി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവചരാചര സൃഷ്ടിയിലും കാന്തിക്കതിരൊളി വീശീത കല്ലറയിൽ നിന്നുയരുന്നു മിശിഹാനാഥൻ നവസൂര്യൻ. മർത്യകുലത്തിനവൻ നൽകി ഉത്ഥാനത്തിൻ പ്രത്യാശ, ഉയരും രക്ഷയുമേകീടും നാഥനു പാടാം സ്തുതിഗീതം. കരുണാനിധിയാം കർത്താവേ, നിഞ്ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം
സൽക്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അമ്പരവീഥിയിൽ കർത്താവിനെ സ്തുതിക്കുവിൻ, ഉന്നതങ്ങളിൽ അവിടുത്തെ പുകഴ്ത്തുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അമ്പരവീഥിയിൽ കർത്താവിനെ സ്തുതിക്കുവിൻ, ഉന്നതങ്ങളിൽ അവിടുത്തെ പുകഴ്ത്തുവിൻ. സകല മാലാഖമാരെ അവിടുത്തെ സ്തുതിക്കുവിൻ, സ്വർഗീയ സൈന്യങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. സൂര്യചന്ദ്രന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. ഉന്നതവാനിടമേ അവിടുത്തെ സ്തുതിക്കുവിൻ, ആകാശത്തിനു മേലുള്ള ജലസഞ്ചയമേ കർത്താവിന്റെ നാമം വാഴ്ത്തുവിൻ. അവിടുന്ന് അരുളി ചെയ്തപ്പോൾ അവയെല്ലാം ഉണ്ടായി, അവിടുന്ന് കൽപ്പിച്ചപ്പോൾ അവ സൃഷ്ടിക്കപ്പെട്ടു. അവിടുന്ന് അവയെ സുസ്ഥിരമാക്കി, അവയ്ക്ക് നിയമം നൽകി അത് കടന്നു പോകുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിൻ തിരുവുത്ഥാനത്തിൽ സന്തോഷിച്ചു സൃഷ്ടികളഖിലം. മൃതിയെ ജയിച്ചവനീശോനാഥൻ, മർത്യകുലത്തിനു മധ്യസ്ഥൻ താൻ. മരണം ഭീതി നിറഞ്ഞു കരഞ്ഞു, സഭയോ സന്തതമാഹ്ലാദിപ്പൂ. സാത്താൻ ദുഃഖിതനായി തീർന്നു കർത്താവിൻ തിരുവുത്ഥാനത്തിൽ. ക്രൂശിച്ചവരിഹലിച്ചിതരായി തിരുസഭയോ സൗഭാഗ്യം ചൂടി. മർത്യൻ പാപവിമുക്തി വരിച്ചു, മൃതിയിൽ നിന്നും ഉയർപ്പം നേടി. മാനവരൊപ്പം വാനവഗണവും ഉത്ഥാനത്തെ വാഴ്ത്തിയിടുന്നു. താതനും അതുപോൽ സുതരും പാവന റൂഹായ്ക്കും സ്തുതിയെന്ന് ആമേൻ. പൗലോസ്ലീഹ കൊളോസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം, അസന്മാർഗികത, അശുദ്ധി, മനഃക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടി നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിദ്ധിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന്
കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ അജഗണങ്ങളുടെ വലിയ ഇടയനും ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധിയാളനുമായ കർത്താവേ, സ്വർഗീയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പ്രവചനം പൂർത്തിയാക്കിക്കൊണ്ട് സഹനം വഴി മഹത്വമണിഞ്ഞ കർത്താവേ, പാപമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവഭവനത്തിലെ അംഗങ്ങളായി ജീവിക്കാൻ സകല മനുഷ്യരെയും ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന തിരുലിഖിത പൂർത്തീകരണത്തിനായി സ്വർഗീയരാൽ തിരസ്കൃതനായെങ്കിലും പുതിയ ഉടമ്പടിയിലെ ദൈവജനത്തിന്റെ തലവനായി തീർന്ന കർത്താവേ, നിന്നിൽ ഓർമ്മിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ തിരുവുത്ഥാനത്തിന്റെ ശക്തി അറിയുന്നതിനും ജീവിതത്തിലും മരണത്തിലും നിന്നെ മഹത്വപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ വിശ്വസ്തരായി ജീവിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകത്തിന് തരാനാവാത്ത സമാധാനം പ്രദാനം ചെയ്യുന്ന കർത്താവേ, നിലനിൽക്കുന്ന നഗരമില്ലാത്ത ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നല്ല യുദ്ധം ചെയ്ത് നിത്യജീവൻ പ്രാപിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, നിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിനിഷ്ഠരോടൊത്ത് നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും